next is Python loops. In general or in normal case, statements are executed sequentially. That means the first statement in a program executed first, followed by the second, and so on. That means instructions in a programs are normally executed in a sequential manner. But in some other case, we have to alter the execution flow. In that situations, we use if-else statements or execution flow altering statements. In some other situations, we have to execute a single statement or a block of statements repeatedly. In that situations, we use loops. So loop is a programming techniques which is used to execute a single statement or a group of statements repeatedly. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റോ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലൂപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ലൂപ്പ് എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഹിയർ ഓൾസോ ദാറ്റ് മീൻസ് ഇൻ പൈത്തൺ ഓൾസോ വി ആർ യൂസിങ് ലൂപ്സ്. അപ്പം ലൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിനകത്തും പോസിബിളാണ്, പൈത്തൺ ലാംഗ്വേജിനകത്തും പോസിബിളാണ്. സോ എ ലൂപ്പ് statement allows us to execute statements or a group of statements multiple times. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുക. അപ്പോൾ ലൂപ്പിനകത്തേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്താണ് നമ്മളൊരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റിൽ ഇവിടെ നോക്കിയാൽ മതി. ഫസ്റ്റിൽ എന്ത് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്ത് വെക്കുന്നു. ഒരു കണ്ടീഷൻ ഉണ്ടാകും. ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. ഇപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ഐദർ ഇറ്റ് മേ ബി ട്രൂ ഓർ ഫാൾസ്. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു കണ്ടീഷണൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിലും ഇതെന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ എന്ത് ചെയ്യും, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് വെക്കും. ആൻഡ് ദിസ് ലൂപ്പ് എക്സിക്യൂട്ട് ദി കണ്ടീഷണൽ കോഡ് റിപ്പീറ്റഡ്ലി until the condition become fail. അപ്പോൾ കണ്ടീഷൻ ഫെയിൽ ആവുന്നവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടീഷൻ ഫെയിൽ ആവുകയാണെങ്കിലോ, ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ് ഇറ്റ് എക്സിക്യൂട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദി കണ്ടീഷണൽ കോഡ് ഓർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, ഇത് എക്സിക്യൂട്ട് ചെയ്യും എപ്പോഴും കണ്ടീഷൻ ഫോൾസ് ആകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു ലൂപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അപ്പോൾ ലൂപ്പിനകത്ത് നമ്മൾ ചില സിറ്റുവേഷൻസിനകത്ത് നമ്മൾ പറയാറുണ്ട് ലൂപ്പ് രണ്ട് രീതിയിലുണ്ട് എന്ന് പറയാറുണ്ട്. എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും. ഇവിടെ നമ്മൾ അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നില്ല. എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് രണ്ട് രീതിയിൽ പറയാം. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ എന്തുണ്ടാവും, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും. ആ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഈ ബോഡി ഓഫ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് കണ്ടീഷണൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അഗെയിൻ എന്ത് ചെയ്യും, കണ്ടീഷൻ വെരിഫൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റ്ലി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അണ്ടിൽ കണ്ടീഷൻ ബിക്കം ഫോൾസ്. ഓക്കെ, ഇനി എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബ്ലോക്ക് ഓഫ് കോഡ്സ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് എക്സിറ്റിൽ എന്തുണ്ടാകും, ഒരു കണ്ടീഷണൽ ബ്ലോക്ക് ഉണ്ടാകും. കണ്ടീഷണൽ ബ്ലോക്ക് ചെക്ക് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്ത് വെക്കും. ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ ദെൻ അഗെയിൻ റിപ്പീറ്റ് ദി ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അതായത് കണ്ടീഷൻ പ്ലേസ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ് ഈ രണ്ട് ലൂപ്പ് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് എക്സിറ്റിലായിരിക്കും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, മറ്റേത് എൻട്രിയിലായിരിക്കും. ഇപ്പോൾ എൻട്രിയിൽ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. മറ്റതും ട്രൂ ആണെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഒരു പ്രാവശ്യം എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണെങ്കിൽ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും ഏത് എക്സിക്യൂട്ട് ചെയ്യും, ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കണ്ടീഷൻ ചെക്ക് ചെയ്ത് വെക്കുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദി ബേസിക്സ് ഓഫ് എ ലൂപ്പ്. നമ്മളിനി പൈത്തണിനകത്ത് യൂസ് ചെയ്യുന്ന ലൂപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്.
Python programming language provides following types of loops handle looping requirements. First one is while loop. While loop ആണ് നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ലൂപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. റിപ്പീറ്റ്സ് എ statement or a group of statements while given condition is true. It tests the condition before executing the loop body. ഇത് ഞാൻ പറഞ്ഞത് എൻട്രി കൺട്രോൾ ലൂപ്പ് ആണെന്ന് പറയാൻ കാരണം അതാണ്. ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് ടെസ്റ്റ് ദി കണ്ടീഷൻ ബിഫോർ എക്സിക്യൂട്ടിങ് ദി ലൂപ്പ്. എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ദി കണ്ടീഷൻ ഇസ് ട്രൂ ഇറ്റ് എക്സിക്യൂട്ട് ദി ബോഡി ഓഫ് ദി ലൂപ്പ് ബോഡി, അതർവൈസ് ഇറ്റ് എക്സിറ്റ് ഫ്രം ദി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇനി ഫോർ ലൂപ്പ്, അനദർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ത്? ഈ ഫോർ ലൂപ്പ് എന്ന് പറയുക. എക്സിക്യൂട്ട് എ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് അബ്രിവേറ്റ്സ് എ കോഡ് ദാറ്റ് മാനേജ് ദ ലൂപ്പ് വേരിയബിൾ. അപ്പോൾ ഇത് വൈൽ ലൂപ്പ് പോലെ തന്നെ ലൂപ്പ് പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ലൂപ്പ് വേരിയബിൾ പ്രൊവൈഡ് ചെയ്യുന്ന വേരിയബിളും ഇതിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. എനിവേ ഇതും എന്ത് തന്നെയാണ്? ഒരു എൻട്രി കൺട്രോൾ ലൂപ്പ് തന്നെയാണ്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെസ്റ്റഡ് ഇഫ് പോലെ തന്നെ, ഇഫ് യു ആർ യൂസിങ് മോർ ദൻ വൺ ലൂപ്പ് ഇൻസൈഡ് എ ലോ ഈസ് കോൾഡ് നെസ്റ്റഡ് ലൂപ്പ്. ഒരു ലൂപ്പിനകത്ത് വേറെ ലൂപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലൂപ്പ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും, നെസ്റ്റഡ് വൈ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി three statements. Actually പറയുകയാണെങ്കിൽ these are the two statements used for looping in Python language. Python languageനകത്ത് ലൂപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി, ലൂപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതാണ്. ഇത് പിന്നെ അതിൻ്റെ ഒരു വേറൊരു ക്രൈറ്റീരിയ എന്ന് മാത്രമേ ഉള്ളൂ, നെസ്റ്റഡ് ലൂപ്പ്. പിന്നെ ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്? ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ചേഞ്ച് ദി എക്സിക്യൂഷൻ ഫ്രം ഇറ്റ്സ് നോർമൽ സീക്വൻസ്. ഇപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നോർമൽ സീക്വൻസ് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനെയും ഓൾട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, ലൂപ്പിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്? ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് നോർമൽ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോവിനെ ഓൾട്ടർ ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്? ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. വെൻ എക്സിക്യൂഷൻ leaves a scope, all automatic objects that were created in the scope are destroyed. ആക്ച്വലി ഒരു ലൂപ്പിനകത്തുനിന്ന് പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് കിടക്കണം. അതായത് കണ്ടീഷൻ നോർമലി ഒരു ലൂപ്പിനകത്ത് എപ്പോഴാണ് നമ്മൾ വെളിയിലേക്ക് പോകുന്നത്? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ആ കണ്ടീഷൻ ഫാൾസ് ആകുന്ന സമയത്ത്. അല്ലാതെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്ത്? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് these statements controls the loop activities. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഈസ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. that terminates the loop statement and transfer execution of the statement immediately following the loop. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൂപ്പിനകത്ത് എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യും and execute immediately after the loop statement. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് തൊട്ടപ്പുറത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. And next one is continuous statement. Cause the loop to skip the remainder of its body and immediately reset the condition prior to reiterating. ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്യും. അത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും ചെയ്യും. ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്തിട്ട് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്യും. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാം ഹൗ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ഇൻ എ ലൂപ്പ്. ദെൻ പാസ് സ്റ്റേറ്റ്മെൻറ്റ്. പാസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പൈത്തൺ ഈസ് യൂസ്ഡ് when a statement is required syntactically but do not want any command or code execute. ഇത് syntactically സിൻടാക്സ് അതിൻ്റെ കറക്റ്റായി വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഈ സാധനം എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് സിൻറ്റാറ്റിക്കലി അത് കമാൻഡ്സ് ഒക്കെ അവിടെ ഉണ്ടാകും, പക്ഷെ അതെന്ത് ചെയ്യില്ല? അത് എക്സിക്യൂട്ട് ചെയ്യില്ല. നമുക്ക് നോക്കാം അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് റിട്ടേൺ ഇൻ ടു വൈൽ ലൂപ്പ്.
Python while loop. In a Python, while loops are used to execute a block of statements repeatedly until a given condition is satisfied. എല്ലാ ലൂപ്പും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? First it verify the conditional statements, and if the conditional statement is true, it executes the block of statement or single statement within a loop statement, and it continuously execute or continuously repeat the statements until the condition becomes false. And when the condition becomes false, the line immediately after the loop in the program is executed. While loop falls under the category of indefinite iterations. The indefinite iteration means that the number of times of the loop executed is in specified explicitly in advance. നമ്മൾ ചില കണ്ടീഷൻസിനകത്ത് നമ്മൾ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇറ്ററേഷൻ എന്ന് പറയും. അപ്പം വൈൽ വൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതെന്തായിരിക്കും? ഇൻഡെഫിനിറ്റ്ലി, അതായത് നെവർ എൻഡിങ് ലൂപ്പായിട്ട് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ കൺട്രോൾ വേയിലാണ് ഇപ്പം നമ്മൾ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പഠിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ്. Normally syntax for the while statement. While ഒരു condition expression ഉണ്ടാകും. If the condition is true, it execute statement or statements. Otherwise, it execute the statement after while instruction. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എന്താണോ ഈ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ. While expression എന്ത് ചെയ്യും? വെരിഫൈ ചെയ്തേക്കും. Then column. If the expression is true, it execute statement or statements, and if the expression is fails, it execute the next statement. ഇവിടെ നമുക്ക് next എഴുതാം. Next, it execute the next statement. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? while expression verify ചെയ്യും, statements execute. Again it goes to test the expression. If it is true, it execute statements. Again ഈ സാധനം ചെക്ക് ചെയ്തപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കും അണ്ടിൽ ദിസ് എക്സ്പ്രഷൻ ബിക്കം ഫോൾസ്. എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നേരെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് വരും. ഓക്കെ, ദിസ് ഈസ് ദി വർക്കിംഗ് ഓഫ് എ വൈൽ ലൂപ്പ്. പ്രാക്ടിക്കൽ നോക്കാം നമുക്ക്. അതിൻ്റെ പ്രാക്ടിക്കൽ എങ്ങനെ നോക്കാം. ഒരു സിമ്പിൾ പ്രോഗ്രാം, പൈത്തൺ പ്രോഗ്രാം ടു ഇല്ലുസ്ട്രേറ്റ് വൈൽ ലൂപ്പ്. ഫസ്റ്റിൽ എന്ത് ചെയ്യുന്നു? കൗണ്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ 0 ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യും. ദ വാല്യൂ ഓഫ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0. വൈൽ കൗണ്ട് ലെസ് ദാൻ 3. അപ്പം ഇപ്പോഴെന്താണ്? കൗണ്ടിൻ്റെ വാല്യൂ 0 ആണ്. സോ 0 ലെസ് ദാൻ എന്തായി മാറി? 3 ആയി മാറി. സോ ദിസ് എക്സ്പ്രഷൻ ഈസ് ട്രൂ. then it execute the block of statement or statements group. Statement groups എന്താ? ഇതാണ്. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. കൗണ്ട് എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. നോർമലി 0 ആയിരുന്നു, അത് 1 ആയിട്ട് മാറി. then print hello, അത് എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം print hello geek എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും. again it check the conditions. ഇപ്പോൾ 1 ലെസ് ദാൻ എന്തായി മാറി? ഒരു മിനിറ്റ്. ഇപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ എന്തായി മാറി? 3 ആയിട്ട് മാറി. അത് ട്രൂ ആണ്. അഗെയിൻ എന്ത് ചെയ്യും? കൗണ്ടിൻ്റെ വാല്യൂ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. കൗണ്ടിൻ്റെ വാല്യൂ എന്തായി മാറി? 2 ആയിട്ട് മാറി. then hello geek. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ എന്ത് ചെയ്യും? hello geek എന്ന് പറഞ്ഞ സാധനം പ്രിൻ്റ് ചെയ്യും. അഗെയിൻ goes to evaluate the expression. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. എന്താണ്? 2 is less than 3. അപ്പോഴും എന്താണ്? ട്രൂ ആണ്. സോ എന്ത് ചെയ്യും? കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 ആയി. കൗണ്ടിൻ്റെ വാല്യൂ എന്തായി മാറി? 3 ആയിട്ട് മാറി. then hello geek പ്രിൻ്റ് ചെയ്യും. ഇപ്പോഴും എന്ത് ചെയ്യും? കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. കണ്ടീഷൻ എന്താണ്? കൗണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി മാറി? 3 ലെസ് ദാൻ 3. കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണ്. സോ ഇറ്റ് ഡയറക്ട്ലി ഗോസ് ടു പ്രിൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. ഇവിടെ വന്നിട്ട് വാല്യൂ പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ആക്ച്വലി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയത് നിങ്ങൾ ഫസ്റ്റ് ഹലോ ഗീക്ക് എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യും. 2 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യും. 3 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യും. ഓക്കെ. ഇനി വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്. ചെക്ക് ഇഫ് ഇറ്റ് ലിസ്റ്റ് ഇസ് സ്റ്റിൽ കണ്ടെയ്ൻസ് എനി എലമെൻറ്റ്. ഇവിടെ നോക്കി നോക്കിയാൽ മതി. എയുടെ വാല്യൂ, എ ഒരു ലിസ്റ്റ് വേരിയബിളാണ്.
ഐ ഈക്വൽ ടു 1 2 3 4. അപ്പം എ ഓഫ് 0 എന്ന് പറഞ്ഞ സാധനം 1 ആയിരിക്കും, എ ഓഫ് 1 2 ആയിരിക്കും, 3 ആയിരിക്കും, 4 ആയിരിക്കും. വൈൽ എയുടെ വാല്യൂ ഉള്ളിടത്തോളം, എക്കകത്ത് വാല്യൂ ഉള്ളിടത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് എ ഡോട്ട് പോപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എ ഓഫ് 3 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, അത് 4 പ്രിൻറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യും, 3 പ്രിൻറ്റ് ചെയ്യും, 2 പ്രിൻറ്റ് ചെയ്യും, 1 പ്രിൻറ്റ് ചെയ്യും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈൽ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. എ ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ലിസ്റ്റ്, വാല്യൂ assigned into the list variable a is pop from the variable a, list variable a. ലിസ്റ്റ് വേരിയബിൾ എയ്ക്കകത്ത് വാല്യൂ എന്ത് ചെയ്യും, പോപ്പ് ചെയ്യും, റീഡ് ചെയ്യും. എ ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പോപ്പ് എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്തെടുക്കുകയായിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് പ്രിൻറ്റ് ചെയ്യും, ഫസ്റ്റ് 4 പ്രിൻറ്റ് ചെയ്യും, നെക്സ്റ്റ് 3 പ്രിൻറ്റ് ചെയ്യും, 2 പ്രിൻറ്റ് ചെയ്യും, 1 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വൈൽ എന്ന് പറഞ്ഞ ലൂപ്പിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ അതിൻ്റെ ഡയഗ്രാമാറ്റിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ വൈൽ ലൂപ്പിന് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിന് തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഇത്. അവിടെ നിന്ന് എന്ത് ചെയ്യും, നേരെ ടെസ്റ്റ് കണ്ടീഷനകത്തേക്ക് എൻ്റർ ചെയ്യും. ടെസ്റ്റ് ദി കണ്ടീഷൻ, ഇഫ് ദി കണ്ടീഷൻ ഈസ് ട്രൂ ഇറ്റ് എക്സിക്യൂട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ്, അഗെയിൻ ഇറ്റ് ഇവാലുവേറ്റ് ദി. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലോ ഇതൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവും, അല്ലെങ്കിൽ മോർ ദാൻ 1 സ്റ്റേറ്റ്മെൻറ്റ്സ് ആവും. ഇവാലുവേറ്റ് ചെയ്യും, ഇവിടെ വരും, എന്നിട്ട് എന്ത് ചെയ്യും, ടെസ്റ്റ് കണ്ടീഷൻ ചെയ്യും. അഗെയിൻ ട്രൂ ആണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അണ്ടിൽ ടെസ്റ്റ് കണ്ടീഷൻ ബിക്കം ഫോൾസ്. ഫോൾസ് ആവുകയാണെങ്കിലോ നേരെ ഇങ്ങോട്ടേക്ക് വരും, ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ അതെല്ലാം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. സോ ദിസ് ഇസ് ദി ബേസിക് ഐഡിയ ഓഫ് എ വൈൽ ലൂപ്പ്. ഇവിടെ നോക്കിയാൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എങ്ങനെ വൈൽ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൗണ്ട് ഈക്വൽ ടു 0, കൗണ്ടിൻ്റെ വാല്യൂ എന്താക്കി, 0 ആക്കി. വൈൽ കൗണ്ട് ലെസ് ദാൻ 5, കൗണ്ടിൻ്റെ വാല്യൂ എന്തായിരുന്നു, ലെസ് ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ട്രൂ ആണ്, ട്രൂ ആകുമ്പോൾ എന്തായി മാറി, ഇവിടെ വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1, ഇതാണ് ആക്ച്വലി അതിൻ്റെ മീനിങ്. കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 ആണ്. കൗണ്ടിൻ്റെ വാല്യൂ 1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ കൗണ്ട് എന്തായി മാറി, 1 ആയിട്ട് മാറി. പ്രിൻറ്റ് ഹലോ ഗീക്ക്, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഒരു പ്രാവശ്യം പ്രിൻറ്റ് ചെയ്താൽ നമ്മൾ അഗെയിൻ എന്ത് ചെയ്യുന്നു, വാല്യൂറ്റ് ചെയ്ത് എക്സ്പ്രഷൻ. കൗണ്ട് 1 ലെസ് ദാൻ 5 ആണ്, 1 ലെസ് ദാൻ 5 ട്രൂ ആണ്. കൗണ്ടിൻ്റെ വാല്യൂ എന്തായി മാറി, 2 ആയിട്ട് മാറി. ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തു. അഗെയിൻ എന്ത് ചെയ്യും, വാല്യൂറ്റ് ചെയ്യും. 2 ലെസ് ദാൻ 5 ആണ്, ഇപ്പോഴും 2 ലെസ് ദാൻ 5 ആണ്, ട്രൂ ആണ്. അപ്പോൾ കൗണ്ട് എന്തായി മാറി, 3 ആയിട്ട് മാറി. ഒരു പ്രാവശ്യം കൂടെ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തു. അഗെയിൻ ഇവാലുവേറ്റ് 3 ലെസ് ദാൻ 5 ആണ്, ഓക്കെ 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് 4 ആയിട്ട് മാറും. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 ആയി മാറി. അഗെയിൻ പ്രിൻറ്റ് ചെയ്യുന്നു, നാലാമത്തെ പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയിരുന്നു 4 ലെസ് ദാൻ 5, ഓക്കെ അത് ട്രൂ ആണ്. അപ്പോഴും എന്ത് ചെയ്യുന്നു, കൗണ്ട് പ്ലസ് 1 ആകുന്നു, 5 ആയി മാറുന്നു. കൗണ്ടിൻ്റെ വാല്യൂ 5 ആയിട്ട് മാറും. പ്രിൻറ്റ് ചെയ്യുന്നു, അഞ്ചാമത്തെ പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അഗെയിൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. 5 ലെസ് ദാൻ 5 ഇപ്പോൾ ഫോൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യില്ല, ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. സോ ദീസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻറ്റ് ഹലോ ഗീക്ക് 5 ടൈംസ്. ഇവിടെ നോക്കിയാൽ നമ്മൾ 5 ടൈംസ് ഇല്ല. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, 2 3 4 ഇതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ച് ദി എക്സിക്യൂഷൻ ഫ്രം ഇറ്റ്സ് നോർമൽ സീക്വൻസ്. നോർമൽ സീക്വൻസ് നമ്മൾ കണ്ടുപിടിച്ചു, എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നോർമൽ എക്സിക്യൂഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ചേഞ്ച് ദി ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്തതെന്ന് നോക്കാം നമുക്ക്. വെൻ എക്സിക്യൂഷൻ ലീവ്സ് എ സ്കോപ്പ്, all automatic objects that were created in the scope are destroyed. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ഈ ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ഒബ്ജക്ട്സിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നോർമൽ ഫ്ലോവിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് വരുത്തുന്നത്. എങ്ങനെയാണ് നമുക്ക് വരുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് റിട്ടേൺസ് ദി കൺട്രോൾ ടു ബിഗിനിങ് ഓഫ് ദ ലൂപ്പ്. അതെന്താ ചെയ്യുന്നത്,
കണ്ടിന്യൂക്ക് ശേഷമുള്ള ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. അത് നേരെ എന്താ ചെയ്യുന്നത്, നേരെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് ജമ്പ് ചെയ്യിക്കും. ക്ലിയർ ആയിട്ട് മനസ്സിലായിണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിവേ നമുക്ക് നോക്കാം. വൈൽ ഇവിടെ നോക്കി ഐയുടെ വാല്യൂ 0 ആണ്. എ എന്തായിട്ട് മാറി, ഒരു സ്ട്രിങ് വേരിയബിൾ ആയിട്ടുള്ള ഗീക്സ് ഫോർ ഗീക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് വേരിയബിൾ കൊടുത്തു. ഒരു ഏതെങ്കിലും ഒരു സ്ട്രിങ് വേരിയബിൾ എയിലേക്ക് അസൈൻ ചെയ്തു. പിന്നെ ഐ ഈക്വൽ ടു ലെങ്ത് ഓഫ് എ, ഐ ലെസ് ദെൻ ലെങ്ത് ഓഫ് എ. ലെങ്ത് ഓഫ് എനെ അതായത് ഇതിനേക്കാളും എന്താണ്, ചെറുതാണ്. ഐയുടെ വാല്യൂ എന്തിനേക്കാളും ചെറുതാണ്, ഇതിൻ്റെ ലെങ്ത്തിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്, ലെങ്ത് ഓഫ് ക്യാരക്ടറാണ്. LEN A എന്ന് പറഞ്ഞാൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് ലെങ്ത് ഓഫ് ക്യാരക്ടറാണ്. ഇതിൻ്റെ ലെങ്ത് എന്താണ്, 1 2 3 4 5 6 7 8 9 10 11 12 13 ആണെന്ന് തോന്നുന്നു അല്ലേ. 2 3 4 5 6 7 8 9 10 11 13. അപ്പോൾ LEN A എന്ന് പറഞ്ഞാൽ ആക്ച്വലി 13 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ I ലെസ് ദാൻ 13, അപ്പം ട്രൂ ആണ്. അപ്പോൾ ഇവിടെ വരും, ഇവിടെ വരും. ദെൻ A of I എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ക്യാരക്ടർ. A of 0 എന്ന് പറഞ്ഞ സാധനം ഈ G ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് A of I ഈക്വൽ ടു E, അതായത് ഓരോ ക്യാരക്ടറും എടുത്തിട്ട് അതിനകത്ത് ആ ക്യാരക്ടർ E ആണോ എന്നാണ് ഇവിടെ വെരിഫൈ ചെയ്യുന്നത്. ഓർ A of I ഈക്വൽ ടു S, E ഓർ S ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഐയുടെ വാല്യൂ I+1 ആക്കണം, കണ്ടിന്യൂ ചെയ്യണം. മനസ്സിലായോ? ഐയുടെ വാല്യൂ പ്ലസ് ചെയ്യണം, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യുന്ന നേരെ ഇങ്ങോട്ടേക്ക് വരും. എന്ത് ചെയ്യില്ല, ലൂപ്പിനകത്തുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യില്ല, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. മനസ്സിലാവുന്നത്? ഇല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ട്രൂ ആണ്. അപ്പം A of I എന്ന് പറഞ്ഞ സാധനം A of 0 ആണ്. A of 0 എന്ന് പറഞ്ഞ സാധനം G ആണ്. അത് U അല്ല, S അല്ല. സോ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് വരും, ഇവിടത്തേക്ക് വരും അല്ലേ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് അല്ലേ. A of I EU അല്ല, S അല്ല. സോ ഇറ്റ് ഡയറക്ട്ലി comes to here. Print current letter is equal to A of I. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും, G എന്ന് പ്രിൻ്റ് ചെയ്യും. ഐയുടെ വാല്യൂ എന്തായി മാറും, I+1 ആയിട്ട് മാറും. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആയി മാറി. അഗെയിൻ I ലെസ് ദെൻ 13 വരും. 1 ലെസ് ദെൻ 13 ആണ്, ഇവിടെ വരും. അപ്പം A of I എന്ന് പറഞ്ഞാൽ A of 1 ആണ്. അത് E ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. E ആണെന്ന് ചെക്ക് ചെയ്യും. E ആണെന്ന് മനസ്സിലായി. E ആണെങ്കിൽ എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ എന്ത് ചെയ്യും, 1 ഇൻക്രിമെൻറ്റ് ചെയ്യും, 2 ആക്കി മാറ്റും. ദെൻ കണ്ടിന്യൂ എന്ന് പറയും. ഈ കണ്ടിന്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ദ റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് ഡയറക്ട്ലി ഗോസ് ടു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇവാലുവേറ്റ് ദി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. I ലെസ് ദെൻ LEN A, ഐയുടെ വാല്യൂ എന്തായിട്ട് മാറിയിട്ടുണ്ട്, 2 ആയിട്ട് മാറിയിട്ടുണ്ട്. 2 ആണോ നോക്കും. അപ്പം അതും ട്രൂ ആണ്. അപ്പോൾ ഇവിടെ വരും A of 2 ഈസ് ഈക്വൽ ടു E ആണെന്ന് നോക്കും. A of 2 എന്താണ്, 2 ആണ്, E ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇതേപോലെ തന്നെ ഐയുടെ വാല്യൂ 3 ആക്കും, കണ്ടിന്യൂ ചെയ്യും, ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പോൾ G മാത്രമേ പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ വരും A of 3 ലെസ് ദെൻ 13 ആണ്. അപ്പോഴും ഇവിടെ വരും A of 3 എന്ന് പറഞ്ഞ സാധനം K ആണ്. A of 3 ഇതല്ലേ, 0 1 2 3 0 1 2 3 K ആണ്. K നോട്ട് ഈക്വൽ ടു E അല്ല, S അല്ല. അപ്പം ഇങ്ങോട്ടേക്ക് വരും, പ്രിൻറ്റ് കറണ്ട് ലെറ്റർ A of I. അപ്പോൾ K എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻ്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. I എന്തായിട്ട് മാറും, 4 ആയിട്ട് മാറും. 4 എന്ന് പറഞ്ഞാൽ S ആണ്. അപ്പം 4 ഈസ് ലെസ് ദെൻ LEN ആണ്, 13 ആണ്. അതുകൊണ്ട് ഇവിടെ വരും, ഇവിടെ ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് നോക്കുമ്പം S ആണെന്ന് മനസ്സിലായി. S ആയതുകൊണ്ട് ഈ ലൂപ്പിലേക്ക് വരും. ഐയുടെ വാല്യൂ 5 ആക്കും, കണ്ടിന്യൂ ചെയ്യും. ഇത് പ്രിൻ്റ് ചെയ്യില്ല. അങ്ങനെ തന്നെ ഇയും എസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യും, ഒഴിവാക്കിയിട്ടുള്ള ക്യാരക്ടർ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ നോക്കി നോക്കുക നിങ്ങൾ. കാരണം G ഉണ്ട്, രണ്ട് E എന്ത് ചെയ്തില്ല, പ്രിൻ്റ് ചെയ്തില്ല. K ഇതിനകത്ത് ഇയും എസും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പ്രിൻ്റ് ചെയ്യുകയില്ല. ഇയും എസും വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ യൂസേജ് ഓഫ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ ലൂപ്പ്. Next is break statements. What is the use of a break statement in a loop? Break is a control statements in loop.
ഇറ്റ് ബ്രിങ്സ് കൺട്രോൾ ഔട്ട് ഓഫ് ദ ലൂപ്പ്. അതെന്താ ചെയ്യുന്നത്? ലൂപ്പിനെ ബ്രേക്ക് ചെയ്തിട്ട് വെളിയിലേക്ക് വരിക ചെയ്യുന്നത്. ഇറ്റ് ഡസൻ ചെക്ക് വെദർ ദി കണ്ടീഷൻ ഇസ് ട്രൂ ഓർ ഫോൾസ്. കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊന്നും ചെക്ക് ചെയ്യില്ല. ഡയറക്ട്ലി ഔട്ട് ഓഫ് ദി ലൂപ്പ്. അപ്പം ലൂപ്പിന് വെളിയിലേക്ക് എന്ത് ചെയ്യും ചെയ്യുന്നത്? ഇവിടെ ഐ ഈസ് ഈക്വൽ ടു 0, എ നേരത്തെ പറഞ്ഞ പോലത്തെ സ്ട്രിങ് തന്നെ സ്റ്റോർ ചെയ്തു. ഗീക്സ് ഫോർ ഗീക്സ് വൈൽ ഐ ലെസ് ദെൻ LN ആണ്. ഐയുടെ വാല്യൂ 0 ആണ്. 0 ലെസ് ദെൻ 13 ആണ്. എ ഓഫ് ഐ ഇത് നോക്കി ഇ അല്ല ഓർ എസ് അല്ല. ഫസ്റ്റിൽ 0 അല്ലേ, ജി എന്ന് പറഞ്ഞ സാധനം ഇ അല്ല എസ് അല്ല. ഐയുടെ വാല്യൂ എന്ത് ചെയ്യും? 1 ആക്കും. അല്ല, ഇവിടെ വരില്ല. നേരെ എന്ത് ചെയ്യും? ജി പ്രിൻ്റ് ചെയ്യും. ഐയുടെ വാല്യൂ എന്ത് ചെയ്യും? 1 ഇൻക്രിമെൻ്റ് ചെയ്യും. നേരെ അങ്ങോട്ടേക്ക് വരും, ഇവിടെ വരും. 1 is less than LN of A 13 ആണ്. 13 ലെസ് ദൻ 13 എന്താണ്? 1 ലെസ് ദൻ 13 ആണ്. അപ്പോൾ ഇവിടെ വരും. അപ്പോൾ എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എ ഓഫ് ഐ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി എന്താ? ഇ ആണ്. അപ്പോൾ അത് ഈക്വൽ ടു ഇവിടെ ഇ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൂ ആണ്. ട്രൂ ആണെന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ എന്ത് ചെയ്യും? 2 ആകും. ദെൻ ബ്രേക്ക് എന്ന് പറയും. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിന് വെളിയിലേക്ക് വരും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അവിടത്തേക്ക് വരും. പിന്നെ എന്ത് ചെക്ക് ചെയ്ത് നോക്കൂല? ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കില്ല, ബാക്കിയുള്ള പോർഷൻസ് പ്രിൻ്റ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. സോ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻറ്റ് ഓൺലി ജി എന്ന് പറഞ്ഞൊരു വാല്യൂ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രിൻ്റ് ചെയ്യുള്ളൂ. നോക്കാം നമുക്ക്. ഔട്ട്പുട്ട് എന്തായിരിക്കും? കറണ്ട് ലെറ്റർ ഈക്വൽ ജി എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. ഓരോന്നും എന്ത് ചെയ്യില്ല? പ്രിൻ്റ് ചെയ്യും. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. Pass statement. We use pass statement to write empty loops. Empty loops നമ്മൾ റൈറ്റ് ചെയ്യാനാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്? പാസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. We use pass statement to write empty loops. Pass is also used for empty control statements functions in classes. Classesനകത്ത് empty control statements എഴുതാനാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പാസ് എന്ന് പറഞ്ഞ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇതിനകത്ത്. പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 13. വൈൽ ഇവിടെ എയുടെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ പോലെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഗീക്സ് ഫോർ ഗീക്സ് എന്ന് പറഞ്ഞ സ്ട്രിങ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഐയുടെ വാല്യൂ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. വൈൽ ഐ ലെസ് ദെൻ ലെങ്ത് ഓഫ് എ. ലെങ്ത് ഓഫ് എ എന്താണ്? 13 ആണ്. അപ്പം 0 ലെസ് ദെൻ 13 ഇത് ട്രൂ ആണ്. ഐയുടെ വാല്യൂ എന്തായി മാറി? i+1 ആയി മാറി. ദെൻ പാസ്. ആക്ച്വലി എന്താ ചെയ്യുക? ഈ സാധനം പാസ് ചെയ്യും. പാസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് വരും. എം ടി ലൂപ്പായിട്ട് മാറും. നേരെ അങ്ങോട്ടേക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. ഇവിടത്തേക്ക് വരും. ഇവിടെ എന്താ വരിക? പ്രിൻറ്റ് വാല്യൂ 5 എന്ന് പറഞ്ഞിട്ട് വരും. അയാളുടെ വാല്യൂ എന്താണോ അത് പ്രിൻറ്റ് ചെയ്യും. അയാളുടെ വാല്യൂ ഇപ്പോൾ എന്താണ്? പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കും. എവിടെ വരെ? അണ്ടിൽ ഇറ്റ് ബിക്കംസ് ഫോൾസ്. ഇത് ഫോൾസ് ആകുന്ന വരെ. മനസ്സിലായില്ലേ? ഫൈനലി എന്തായി വരുന്നത് നോക്കാം നമുക്ക്. വാല്യൂ ഓഫ് i = 13 എന്ന് പറഞ്ഞിട്ട് വരും. കണ്ടല്ലേ? അപ്പം വൈൽ i ലെസ് ദെൻ ലെങ്ത് i = i+1 പാസ്. പാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ജസ്റ്റ് പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. വേറെ ഒന്നും പെർഫോം ചെയ്യില്ല. അപ്പോൾ നേരെ എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്ന സമയത്ത് നേരെ ഈ വൈൽ ലൂപ്പിന് എക്സിറ്റ് ചെയ്തിട്ടുള്ള ലൂപ്പ്, അതായത് വൈൽ ലൂപ്പിൻ്റെ തൊട്ടടുത്ത ലൂപ്പ് പ്രിൻറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? പ്രിൻറ്റ് വാല്യൂ ഓഫ് i = അപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? 13 ആയിട്ട് മാറിയിട്ടുണ്ടാവും. 13 എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും.
നമുക്ക് വേറെയും കുറച്ച് വൈൽ എൽസ് ലൂപ്പ് എന്ന് പറഞ്ഞ ലൂപ്പ് ഉണ്ട്. വൈൽ എൽസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലൂപ്പല്ല, ആക്ച്വലി ഇതേപോലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് വൈലിൻ്റെ കൂടെ നമുക്ക് എൽസും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ആസ് ഡിസ്കസ്ഡ് above, while loop execute the block until a condition is satisfied. When the condition become false, the statement immediately after the loop is executed. നോർമലി എന്താ ചെയ്യുക, വൈൽ ലൂപ്പിന് തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. The else clause is only executed when your while condition become false. നമുക്കൊരു else clause കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. And this else clause is executed only after while condition is become false. If you break out of the loop or if an exception is raised, it won't execute. അപ്പോൾ ഈ എൽസ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യില്ല, ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യില്ല വെൻ യു ആർ പെർഫോമിങ് എ ബ്രേക്ക് ഓർ അനദർ എക്സെപ്ഷൻ ഈസ് റൈസ്ഡ് ഇൻ ദി ലൂപ്പ്. ലൂപ്പിനകത്ത് നമ്മൾ വേറെ ഏതെങ്കിലും നോർമൽ എക്സിക്യൂഷനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രേക്കോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് വെളിയിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യില്ല, it won't execute the else block. Not else block, just after for or while is executed only when the loop is not terminated by a break statement. ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് എക്സിക്യൂട്ട് ചെയ്യില്ല, ഫോറിനകത്തും വയലിനകത്തും യൂസ് ചെയ്യുന്ന എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. മനസ്സിലായില്ലേ? നോക്കുക നമുക്ക് Python program to demonstrate while else loop. While I is equal to 0, I less than 4, I plus plus 0യുടെ വാല്യൂ ലെസ് ദാൻ 4 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ 1 ആകും. പ്രിൻറ്റ് ഐ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും. എൽസ് പ്രിൻറ്റ് നോ ബ്രേക്ക്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടില്ല, ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ഐയുടെ വാല്യൂ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 3 വരെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. നേരെ എന്ത് ചെയ്യും, നോ ബ്രേക്ക് ഇവിടെ വരും, എൽസ് ബ്ലോക്കിൽ വരും. ഈ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എങ്ങോട്ടേക്ക് വരും, എൽസ് ബ്ലോക്കിൽ വരും. പ്രിൻറ്റ് നോ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് അതും പ്രിൻറ്റ് ചെയ്യും. അപ്പം 1 2 3 എന്ന് പറഞ്ഞിട്ട് നോ ബ്രേക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. 1 2 3 4 പ്ലസ് 0 1 എന്നുള്ളതല്ലേ, അപ്പം 4 ഉണ്ടാവും. ശരി, 1 2 3 and 4 എന്തും കൂടെ പ്രിൻറ്റ് ചെയ്യും, നോ ബ്രേക്ക് എന്നും കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. നമുക്ക് നേരത്തെ നെക്സ്റ്റ് പ്രോഗ്രാം നോക്കി നോക്കാം. നമുക്ക് I equal to 0 while I less than 4 ഇതേപോലെ തന്നെ I plus 1 print I then break. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. else print no break. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഐയുടെ വാല്യൂ 0 ആണ്, I less 0 ലെസ് ദാൻ 4 ആണ്, ട്രൂ ആണ്. അപ്പം ഇവിടെ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇതിൽ എക്സിക്യൂട്ട് ചെയ്യും. I equal to I plus 1, അപ്പോൾ ഐയുടെ വാല്യൂ 1 ആയിട്ട് മാറി. പ്രിൻറ്റ് I 1 എന്ന് പ്രിൻറ്റ് ചെയ്യും. ദെൻ ഇറ്റ് എക്സിക്യൂട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഇറ്റ് വോണ്ട് ചെക്ക് ദി കണ്ടീഷൻ അഗെയിൻ. ഒരിക്കലും അതെന്ത് ചെയ്യില്ല, രണ്ടാമത് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവില്ല. നേരെ എന്ത് ചെയ്യും, നേരെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് വെളിയിലേക്ക് വരും. ആ ബ്രേക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് നോർമൽ എന്തല്ല, എക്സിറ്റ് അല്ല. അതുകൊണ്ട് തന്നെ എന്ത് എക്സിക്യൂട്ട് ചെയ്യില്ല, എൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. സോ ഇറ്റ് വോണ്ട് പ്രിൻറ്റ് നോ ബ്രേക്ക്. ഇതെന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. സോ എന്ത് മാത്രമേ പ്രിൻറ്റ് ചെയ്യുള്ളൂ, 1 എന്ന് മാത്രമേ പ്രിൻറ്റ് ചെയ്യുള്ളൂ. നോക്കി നോക്കാം നമുക്ക്. it execute only 1. മനസ്സിലായല്ലേ? So in this class we studied എന്താ നമ്മൾ പഠിച്ചേ, we have studied the concept of loop, what are the loops used in Python language, and loop control statements, that is break, continue and pass. Next is for loop.